എഡ്ജ് ബാസ്റ്റൺ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ചരിത്ര വിജയം. എഡ്ജ് ബാസ്റ്റണിൽ 336 റൺസിനാണ് ഇന്ത്യയുടെ ആദ്യ ജയം. ആകാശ് ദീപിന് 10 വിക്കറ്റ്. ഇതോടെ ഇംഗ്ലണ്ടിൽ 10 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമായി ആകാശ് ദീപ്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മനീഷ് മാത്യു ചേരുന്നുണ്ട്. മനീഷ്, ഇന്ത്യക്ക് ഇത് ചരിത്ര വിജയമാണ്. എന്തൊക്കെയാണ് മാച്ചിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? അഖില, എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യ ആദ്യമായിട്ടാണ് ഒരു ടെസ്റ്റ് ജയം സ്വന്തമാക്കുന്നത്. ഇതിനു മുമ്പ് മത്സരിച്ച 8 മത്സരങ്ങളിൽ 7 തോൽവിയും 1 സമനിലയുമായിരുന്നു ഇന്ത്യയുടെ സമ്പാദ്യമെങ്കിൽ ആ ചരിത്രം ഇന്ത്യയുടെ യുവനിര തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് 336 എന്ന് പറയുന്ന കൂറ്റൻ സ്കോറിനാണ്. ഈ 600-ൽ പരം റൺസ് പിന്തുടരാനാണ് ഇംഗ്ലണ്ട് അവസാന ദിവസം ബാറ്റിംഗ് പുനരാരംഭിക്കുന്നത്. ആദ്യം മുതൽക്കേ തന്നെ ആകാശ് ദീപിന്റെ മികച്ച ബോളിംഗ് പ്രകടനമാണ് ഇന്ത്യക്ക് 4-ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെ വേഗത്തിൽ പുറത്താക്കുന്നതിന് സഹായമായത്. ഇംഗ്ലണ്ടിന്റെ വിക്കറ്റ് കീപ്പർ സ്മിത്ത് 80-ൽ പരം റൺസ് നേടിയിരുന്നു. പക്ഷേ അപ്പോഴും ആകാശ് ദീപ് 6 വിക്കറ്റുമായി മികച്ചു നിന്നതോടെ ഇംഗ്ലണ്ടിന്റെ പോരാട്ടം 271 റൺസിൽ ഒതുക്കേണ്ടി വന്നു. നേരത്തെ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗിൽ നേടിയ സെഞ്ചുറികളാണ് ഇന്ത്യക്ക് ഒരു മികച്ച ടോട്ടൽ സമ്മാനിച്ചത്. ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന, അതായത് ഒരു മത്സരത്തിൽ ഇന്ത്യ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറുകളാണ് ഇന്ത്യ കുറിച്ചത്. 2 ഇന്നിംഗ്സിലുമായി ഇന്ത്യ 1014 റൺസാണ് നേടിയത്. ആദ്യ ഇന്നിംഗ്സിൽ ശുഭ്മാൻ ഗിൽ ഡബിൾ സെഞ്ചുറി കുറിച്ചു. പിന്നാലെ അടുത്ത ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടി. ഒരു മത്സരത്തിൽ തന്നെ ഡബിൾ സെഞ്ചുറിയും അതുപോലെ തന്നെ 180-ൽ പരം റൺസ് നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡും ഗിൽ ഇതിനിടയിൽ സ്വന്തമാക്കി. സേനാ രാജ്യത്ത് ഒരു ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഏഷ്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡുകളൊക്കെ അടക്കമായിരുന്നു ഗില്ലിന്റെ ഇന്നിംഗ്സെങ്കിൽ ആ ഇന്നിംഗ്സാണ് ഇന്ത്യക്ക് ഈ മത്സരത്തിൽ ഏറ്റവും നിർണായകമായതും നെടുന്തൂണായതും. പിന്നീട് ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെ പുറത്താക്കുന്നത് മുഹമ്മദ് സിറാജിന്റെ 6 വിക്കറ്റ് പ്രകടനമാണെങ്കിൽ 2-ാം ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ ആ ഒരു അക്രമം ഏറ്റെടുത്തത് ആകാശ് ദീപാണ്. ആകാശ് ദീപിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു. പിന്നാലെയാണ് 2-ാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ ആദ്യ എഡ്ജ് ബാസ്റ്റൺ ടെസ്റ്റ് വിജയമാണ്. ഇന്ത്യ ഇപ്പോൾ പരമ്പരയിൽ 1-1 സമനിലയിലായിരിക്കുകയാണ്. അഖില, എഡ്ജ് ബാസ്റ്റൺ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ചരിത്ര വിജയം ഉണ്ടായിരിക്കുന്നു. മനീഷ് മാത്യു ആണ് വിവരങ്ങൾ നൽകിയത്.